ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമല്ലേ? ഇന്ന് നോമ്പിനുള്ള ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ചെയ്യുന്നത്. സ്വയം പരിചയപ്പെടുത്തും. ഹായ്, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജസീല സഫർ. ഞാൻ തലശ്ശേരി പാനൂർ സ്വദേശിയാണ്. ഇപ്പം എറണാകുളം കറുകപ്പള്ളിയിൽ താമസിക്കുന്നു. അപ്പം നോമ്പിന് പറ്റിയ ഒരു നല്ലൊരു എണ്ണയില്ലാത്തൊരു സ്നാക്സാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അധികർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഊത്തപ്പം, പക്ഷെ അതൊരു പുതിയൊരു വേർഷനായിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു വെറൈറ്റി ഊത്തപ്പമാണ്. ഇതിലെല്ലാം വേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നുണ്ടാക്കുന്ന പിസ്സ ഊത്തപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഇത് കൈമ, നമ്മൾ റൈസിൻ്റെ അരി, അരമുറി തേങ്ങാപ്പാൽ, മയോണീസ്, ചോറ്, ചിക്കൻ, ഓയിൽ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, കാശ്മീരി മുളകുപൊടി, ചെറുനാരങ്ങ, ഉപ്പ്, മല്ലിയില, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ക്യാരറ്റ്. അപ്പം നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ അരി എടുത്തിട്ടുണ്ട്. അരി ഇതേതാണ് അരി? ഇത് നമ്മൾ ബിരിയാണീൻ്റെ കൈമ റൈസാണ്. ഇത് ഒരു ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. ആദ്യം കുതിർത്ത് വെച്ചത്. ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച് അതും അരമുറി തേങ്ങയുടെ പാല് ഒരു ഗ്ലാസ് അരിക്ക് എടുത്തു വെച്ചു. കട്ടിപ്പാലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു പോങ്ങ ചോറും ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് ടൈറ്റായിട്ട് തേങ്ങാപ്പാലിൽ മാത്രം വെള്ളം ചേർക്കാതെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു കൈ ചോറാണ്, ഒരു കൈപ്പിടിക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയും പോങ്ങാന്ന് പറയും. അപ്പം ആ ഒരു സ്റ്റൈലാണ് കൈ പോങ്ങാന്ന് പറഞ്ഞത്. ഒരു പിടി ചോറാണ് ഇത്. അരിയും ചോറും ഈസ്റ്റും കൂടിയിട്ട് തേങ്ങാപ്പാലിൽ അരച്ചു കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലേ? 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത് 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. ചിക്കൻ ഇടാം. ചിക്കൻ മുഴുവനായിട്ട് കാശ്മീരി മുളക് ഫുള്ളായിട്ട് ഇത് ഓരോരുത്തർക്ക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു ലൈമിൻ്റെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്യാം അല്ലേ? മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇത് നമുക്കൊരു മണിക്കൂർ മുമ്പേ ചെയ്തിട്ട് വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പം ഞാൻ പെട്ടെന്നായതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ ഓയിൽ വെച്ച് ചെയ്യണ്ട. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതിപ്പം ഫില്ലിങ്ങിൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു ചാർക്കോൾ എടുത്തിട്ട് ഒന്ന് സ്മോക്കിംഗ് ചെയ്താൽ ഇതിൻ്റെ സ്മെല്ല് ഈ ഒരു ഡിഷിന് നല്ലതായിരിക്കും. ചെയ്താൽ ഇത് ഓപ്ഷണലാണ്. ഇതൊന്ന് ചെയ്തു മാറ്റിയെടുക്കാം. നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ വെക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ വെക്കണം കേട്ടോ. നമ്മൾ കുറച്ച് തിരക്കിട്ടിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം പൊങ്ങിയപ്പോൾ എടുക്കുന്നത്. അല്ലെങ്കിൽ മാവ് അങ്ങനെ പുറത്തേക്ക് മറിഞ്ഞു പോകും അല്ലേ? കുറച്ചും കൂടി രീതിയുള്ള പാത്രത്തിലിട്ടാൽ കുറച്ച് ടൈം കൂടി എടുത്താൽ നന്നായിട്ട് പൊങ്ങി വരും. ഇതിനേക്കാൾ നന്നായിട്ട് പൊങ്ങി വരും. ഈ മാവെല്ലാം പൊങ്ങി വന്നതാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർക്കണം. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം.
അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെക്കണം. ബബിൾസ് ഇത് നമ്മൾ ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസും ചിക്കനും വറുത്ത് വെച്ച ചിക്കനും ക്യാരറ്റും മല്ലിയിലിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കണം. ഇപ്പം നമ്മുടെ ജെസ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായിരുന്നു എൻ്റെ പേര് പറഞ്ഞ? ഊത്തപ്പം പിസ്സ. വെറൈറ്റി നെയിമാണ്. അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നല്ല മയോണൈസിൻ്റെ ആ ടേസ്റ്റും ആ സ്മോക്കി ചിക്കൻ്റെ സ്മോക്കി ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പം ആ ഒരു ഫ്ലേവറും എല്ലാം കൂടി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നോമ്പിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ലൊരു ഐറ്റം തന്നെയായിരിക്കും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.